മാർ തോമസ് തറയിൽ പണ്ടത്തെ തറയിലല്ല. അദ്ദേഹം വൈദികനായിരുന്ന സമയത്തും സഹായമെത്രാനായിരുന്ന സമയത്ത് വരെ അദ്ദേഹത്തെ അംഗീകരിക്കായിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പോഴും തന്റെ കസേര ഉറപ്പിക്കാനുള്ള നാടകങ്ങളായിരുന്നില്ലേ തോമസ് തറയിൽ കാണിച്ചിരുന്ന? ഇപ്പൊ സംശയം തോന്നുന്നു. എങ്ങനെങ്കിലും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ആകുക, ആ ഒരു ഇതിനു വേണ്ടി പുള്ളി കളിച്ച നാടകങ്ങളും ചരടുവിളികളും എല്ലായിരുന്നോ ഈ നാടകങ്ങൾ? ഇപ്പൊ സംശയമാ. ഇപ്പം പെരുന്തോട്ടം പിതാവ് ഒഴിഞ്ഞ് ആ സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇപ്പം ആരാധനപരമായിട്ടുള്ള കാര്യത്തിലോ സഭാപരമായിട്ടുള്ള കാര്യത്തിലോ അല്ല വിശ്വാസികളല്ല പ്രശ്നം. പുള്ളിക്ക് വിശ്വാസികളെ കുരങ്ങ് കളിപ്പിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള പരിപാടിയാണോ പുള്ളി എന്നാണ് ഇപ്പം തോന്നുന്നത്. ഇപ്പൊ രാഷ്ട്രീയക്കാരെ ഭീഷണിപ്പെടുത്തുക, ഞങ്ങൾ എന്തോ സംഭവമാണ്, ഞങ്ങളെന്ന് പറയുന്നത് ആരാന്നറിയാമോ? വിശ്വാസികളുടെ മൊത്തം ഈ 55 ലക്ഷത്തിന്റെ മൊത്തത്തിന്റെ പുള്ളി അങ്ങ് എടുത്തു ടേക്ക. അപ്പം പുള്ളിയുടെ വിചാരം പുള്ളി പറഞ്ഞാൽ ഈ കത്തോലിക്കർ മുഴുവൻ പുള്ളിയുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്, അത് പുള്ളിയുടെ വെറും തെറ്റിദ്ധാരണയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മുഴുവൻ വിശ്വാസികളുടെ പകുതി പേര് പോലും പുള്ളി പറയുന്നതിനോട് യോജിക്കത്തില്ലല്ലോ. അല്ലെങ്കിൽ പുള്ളി ഇറങ്ങി നോക്ക് എത്ര പേര് കാണുമെന്നറിയാം. കാര്യം പുള്ളി അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യം പുള്ളി ചെയ്യുന്നില്ല. ഒരു മെത്രാന്റെ അടിസ്ഥാനപരമായ കാര്യം എന്താ? ആരാധനപരമായിട്ടുള്ള കാര്യത്തിലും സഭാപരമായിട്ടുള്ള കാര്യത്തിലും അതിനോട് ഉറച്ചു നിൽക്കുക എന്നുള്ളതാ. എറണാകുളത്തെ ആ ജെറിൻ എന്ന പൈശാചിക സത്വം കാണിച്ച തെമ്മാടിത്തരത്തിനെതിരെ ചോദിച്ചപ്പം തറയിൽ പറഞ്ഞതായിട്ട് ക്ഷമിക്കാൻ. അപ്പൊ അതിനർത്ഥം എന്താ? തറയിൽ വെറും തറയായെന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ആരാ മെത്രാനായിട്ട് അംഗീകരിക്കുന്നത്? ആ പുള്ളിയാണ് ഇനിയും കത്തോലിക്കരെ ഒരുമിച്ച് കൂടി രാഷ്ട്രീയക്കാരെ ഭീഷണിപ്പെടുത്താൻ പോകുന്നത്. അപ്പം രാഷ്ട്രീയം കളിക്കാനാണോ പുള്ളി മെത്രാനായത്? അപ്പം ഇദ്ദേഹത്തെ ഈ മീഡിയ കമ്മിറ്റി ചെയർമാനപ്പോൾ ഞങ്ങളൊക്കെ വലിയ സന്തോഷിച്ചു. നമ്മളൊക്കെ, ഞാനും ഇവിടെ ആശംസകളൊക്കെ എഴുതി. നമ്മൾ പല ആളുകളോട് സംസാരിച്ചും പറഞ്ഞ ഇനിയും സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷനിൽ പാമ്പ്ളാനി മാറി മാർ തറയിൽ പിതാവ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നടക്കും, സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകും, സഭയുടെ കാര്യങ്ങൾ വിശ്വാസികൾ അറിയും, ജനങ്ങൾ അറിയും എന്നൊക്കെ പറഞ്ഞാൽ അത് മുഴുവൻ നമുക്ക് ഛർദ്ദിച്ച് വിഴുങ്ങേണ്ട ഗതികേടായി പോയി. ജീവിതത്തിൽ പറ്റിയ പല അബദ്ധങ്ങളിൽ വളരെ ചുരുക്കം ചില അബദ്ധങ്ങൾ വലിയൊരു അബദ്ധമായി പോയി. മാർ തോമസ് തറയിലിനെ നമ്മൾ ആ ഒരു കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്തത്. ഇതിലും ഭേദം പാമ്പ്ളാനിയായിരുന്നു. സത്യത്തിൽ ഇപ്പൊ ഈ തോമസ് തറയിൽ കാണിക്കുന്ന തറ പരിപാടിയെക്കാളും ഫാർ ബെറ്റർ ആയിരുന്നു പാമ്പ്ളാനി കാണിക്കുന്ന പരിപാടി. പാമ്പ്ളാനി ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക, അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പം വരത്തില്ല. ഇത് തോമസ് തറയിൽ കാണിച്ച അതിനേക്കാളും ചെറ്റത്തരവും, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, വെറും തറ പരിപാടി ആയിപ്പോയി. പുള്ളിയുടെ പേര് പോലെ തന്നെ ആയിപ്പോയി. അത് പുള്ളി സ്വയം ചിന്തിച്ച് തിരുത്തുമെന്ന് തന്നെ വിശ്വസിക്കുക. ഒരു വിശ്വാസി നിലയിൽ നമുക്കതങ്ങനെ ആശ്വസിക്കാനൊക്കത്തുള്ളൂ. വടക്കേക്കര അച്ഛന്റെ കാര്യം പറഞ്ഞാൽ ആ സത്യം, ആ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. പുള്ളി ഇച്ചിരി അഗ്രസീവായിട്ടൊക്കെ വന്ന സഭയ്ക്ക് വേണ്ടി സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. ആ പുള്ളിയെ പോലും മൂക്കേറിട്ടു. ഇപ്പൊ വടക്കേക്കരച്ചനൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. നമുക്ക് പറയാനുള്ള അച്ഛന് ഇങ്ങനെ ഏതെങ്കിലും പിതാക്കന്മാർ മൂക്കേറിട്ട് മാറി നിൽക്കേണ്ട ആളല്ല. കാര്യം അച്ഛൻ നിൽക്കേണ്ട സഭയ്ക്ക് വേണ്ടിയിട്ട്, സഭാ വിശ്വാസികൾക്ക് വേണ്ടി. അപ്പൊ ഏതെങ്കിലും ഒരു ബിഷപ്പ് മൂക്കേറിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ ആ സ്ഥാനം ഇട്ടിട്ട് പോകാത്ത ഒരു കാര്യം ചെയ്യും, ഇതുകൂടെ താങ്കൾ വെച്ചു എന്ന് പറഞ്ഞ് മാറിക്കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യത്തിൽ പ്രതികരിക്കുക. ഇതാണ് ഒരു വിശ്വാസി എറണാകുളത്തെ കാര്യം ചോദിച്ചു പറഞ്ഞേ, എന്താ ഈ നമ്മുടെ വൈദിക സമിതി എന്ന സാത്താൻ കൂട്ടത്തിന്റെ കാര്യം അവരെ റീഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പം അതിനെപ്പറ്റി ചോദിച്ചു പറഞ്ഞേ, അത് സഭയുടെ കാര്യമല്ല, അത് എറണാകുളം രൂപതയുടെ കാര്യം. അവിടുത്തെ കുരിയാട് ചോദിക്കാൻ പറഞ്ഞ് ഒഴിയുന്ന ആ ഒരു രീതി ശരിക്കുള്ള വടക്കേക്കര അച്ഛന്റെ ഒരു രീതി ആയിട്ട് എനിക്കും തോന്നിയില്ല. ഞാനും തീർച്ചയായിട്ടും ആ ഒരു രീതി അപലപിക്കുന്നു. കാരണം നിവൃത്തികേടാന്ന് നമുക്കറിയാം. കാര്യം ഇത് കടിഞ്ഞാനിട്ടിരിക്കുന്ന തറയിലാണ്. അപ്പൊ തറയിലായിരുന്നു അത് തിരുത്തേണ്ട. കാര്യം സ്വയം തറയിൽ പോലും പറഞ്ഞത് ജെറി എന്ന് പറഞ്ഞ ആ സാത്താന്റെ ക്ഷമിച്ചേക്കാൻ, സാത്താനോട് ക്ഷമിക്കാൻ പറയുന്ന തറയിൽ നിന്ന് ഇത് കൂടുതൽ പ്രതീക്ഷിക്കണ്ട. കർത്താവ് സാത്താനോട് പറഞ്ഞ സാത്താനെ ദൂരെ പോകാനാ പറഞ്ഞ്. എന്നിട്ട് അവനെ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക കർത്താവ് ചെയ്തത്. ദൈവത്തെ പരീക്ഷിക്കരുത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് സാത്താന് വാണിംഗ് കൊടുക്കുവാണ് കർത്താവ് ചെയ്തത്. അവസാനം സ്വന്തം മരണവും ഉത്ഥാനവും വഴി സാത്താനെ പരാജയപ്പെടുത്തുക കർത്താവ് ചെയ്തത്. ഇവിടെ ആ സാത്താന്മാരോട് അങ്ങ് അവരെ ഒട്ടിപ്പിടിച്ച് നിർത്താൻ, ചേർത്ത് നിർത്താമെന്ന് പറയുന്ന ഒരു മെത്രാൻ കത്തോലിക്കാ സഭയുടെ തന്നെ മെത്രാനാണോ? അല്ലെങ്കിൽ ഈ ശരിക്കും കർത്താവ്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുക, ഈ അരപ്പട്ടക്കാർക്കൊക്കെ ശരിക്കും കർത്താവ് വിശ്വാസം ഉണ്ടോ? സ്വയം ആലോചിക്കുക, സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക. സ്ഥാനമാനങ്ങളൊക്കെ ഇന്നല്ലേ നാളെ തീരും മാർ തോമസ് തറയിൽ എന്ന് മാത്രമേ എനിക്ക് താങ്കളോട് പറയാനുള്ളൂ. കർത്താവ് തിരിച്ചു വിളിക്കുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ഒരു ശ്വാസം മുകളിലോട്ട് പോകുമ്പോൾ തീരും പരിപാടി. പിന്നെ ഒരാൾ ഓർത്തിരിക്കത്തെ പോലുമില്ല താങ്കളെ.
ചങ്ങനാശ്ശേരി ഏതൊരു ആർച്ച് ബിഷപ്പ് ആയതുകൊണ്ട് ഒരു ഫോട്ടോ ചിലപ്പം അവിടെ കുത്തിത്തിരി വെക്കും ചങ്ങനാശ്ശേരി അരമനയില്, അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ പേരെഴുതുമ്പോൾ ഏറ്റവും താഴെ പേരെഴുതി വെക്കും. അത്ര മാത്രമേ ഉള്ളൂ. ഒരു കാര്യവും ഇല്ല. കർത്താവിന്റെ പുസ്തകത്തിൽ പേര് കാണത്തില്ല എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അത് തോമസ് തറയിലിനോട് തന്നെയല്ല, ഇത്തരം പരിപാടി ചെയ്യുന്ന എല്ലാ മെത്രാന്മാരും. ഒരു നിമിഷം മാത്രമേ ഉള്ളൂ. ഒരു ശ്വാസം മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ തീർന്ന് പരിപാടി. പിന്നെ ആരുമല്ല നമ്മൾ, വെറും ശരീരം മാത്രമാണ്, ഡെഡ് ബോഡീസ് ആണ്. അതിലുപരി കൂടി വന്നാൽ ഇവിടെ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന കുറച്ച് രാഷ്ട്രീയക്കാരും അല്ലെ നേതാക്കന്മാരും അധ്യക്ഷന്മാരൊക്കെ വന്ന് നിങ്ങളുടെ ശവം താഴോട്ട് വെക്കാൻ കൂട്ടത്തിൽ നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ഇരുത്തി സംസ്കരിക്കുമായിരിക്കും, അല്ലെ കിടത്തി സംസ്കരിക്കുമായിരിക്കും, ഇല്ലേ അധികാര ചിഹ്നങ്ങളോട് ഒരു കാര്യമില്ല. കാര്യം ആ ശരീരത്തിലല്ലോ കാര്യം. നിങ്ങളുടെ ആത്മാവ് എങ്ങോട്ടാ പോകുന്ന നോക്കണ്ടേ? അത് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ ചിന്തിക്കണം. അപ്പൊ അത്തരം ഒരു നരക അഗ്നിയിലേക്ക് പോകാനാണോ ആഗ്രഹിക്കുന്നത്? അതിപ്പോ ഞാൻ പ്രത്യേകിച്ച് മെത്രാന്മാരോട് തന്നെയല്ല, എല്ലാവരോടും കൂടി, അത് ഞാനും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ എന്നെ വിധിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലല്ലോ. നമ്മുടെ പ്രവൃത്തി ആയിരിക്കണം നല്ലതായിരിക്കണം, നമ്മുടെ മനസ്സായിരിക്കണം നല്ലതായിരിക്കണ്ടേ, എന്റെ ഉദ്ദേശ ശുദ്ധി ആയിരിക്കണം നല്ലതായിരിക്കണ്ടേ, എന്റെ ചിന്തകളായിരിക്കണം നല്ലതായിരിക്കണ്ടേ. കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതല്ലേ കാര്യം. വായും കൊണ്ട് അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കുന്നു അങ്ങനെ ആയിരിക്കണം, നമ്മുടെ പ്രവൃത്തി അങ്ങനെ ആയിരിക്കണം. അപ്പം ഒരു മെത്രാൻ എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊരു അധികാര സ്ഥാനം ദൈവം തരുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ജീവിത ശൈലിയും കൂടി ആയിരിക്കണം. അല്ലാതെ ഈ സ്ഥാനം കിട്ടാൻ പറ്റിരുന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. കർത്താവ് നേരെ തിരിച്ചു വിളിക്കും. ഒരു പട്ടി പോലും ചോദിക്കുന്നു, ഓർത്തിരിക്കത്തില്ല പേരുകള്. അത് ആ ഒരു ചിന്ത മെത്രാന്മാർക്കും വേണം. ഈ ചാട്ടവും തുള്ളലും ഒക്കെ കഴിഞ്ഞു പോകും. ഇപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ നന്മ കാരണം മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത്. അപ്പം ആ ഒരു ചിന്ത ഉള്ളത് നല്ലതാ. ഇപ്പൊ ഞാൻ പർട്ടിക്കുലറായിട്ട് ഇപ്പം മാർ തോമസ് തറയിലിനെ പറ്റി തന്നെയല്ല, നമ്മുടെ സിനഡിലെ എല്ലാ മിത്രാന്മാരും ഇതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. നന്മയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നന്മയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കർത്താവ് നിങ്ങളുടെ കൂട്ടത്തില്. പരിശുദ്ധാത്മാവിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ആർക്കറിയാം. ഏതായാലും പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഒരു സ്വർഗസ്നായ പിതാവേ ഒരു നന്മ അറിഞ്ഞവരെയും ഒരു പിതാവിനും പുത്രനും ഒക്കെ ആത്മാർത്ഥമായിട്ട് ചൊല്ലി 10 മിനിറ്റ് മെഡിറ്റേഷനിലൊക്കെ ഒന്ന് ഇരുന്ന് നോക്ക് മെത്രാന്മാരെ. ചിലപ്പം നിങ്ങളുടെ ഈ പൈശാചിക ചിന്താഗതികളൊക്കെ മാറി സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ചിന്തിച്ച് ഈ കുറഞ്ഞ പക്ഷേ എറണാകുളത്തെ പ്രശ്നം വലിയ തീർത്തു കൊടുക്കാൻ നോക്ക് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.